ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബോളി ഉണ്ടാക്കാം. ചായക്കടയിലെ ബോളി. ഇതിനായി 1 കപ്പ് മൈദ എടുക്കാം. 1 നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് എണ്ണ. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. പാകത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് 2 ഉരുളകളായി ഉരുട്ടി മാറ്റാം. ഓരോ ഉരുളയും നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. പരത്തിയെടുത്ത് ഇതിലേക്ക് നമുക്ക് നെയ്യ് തൂകിക്കൊടുക്കാം. ഇത് മടക്കി എടുക്കാം. മടക്കി എടുത്തിട്ട് ചെറിയ പീസുകളായി മുറിച്ച് മാറ്റാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഇനി ഇത് ഓരോന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നീളത്തിൽ വേണം പരത്താൻ. എങ്കിലേ ആ ബോളിയുടെ ലെയേഴ്സൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാം പരത്തി എടുക്കാം. ഇതിപ്പോൾ നമ്മളെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നല്ല പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ ഫ്രൈ ചെയ്യുന്നതിന് കൂട്ടത്തിൽ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വയ്ക്കാം. ഈ ഷുഗർ സിറപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് ബോളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ബോളിയുടെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഡിപ്പ് ചെയ്ത് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കാം. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.